ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ നാടൻ നേന്ത്രപ്പഴമാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ മതിയാവും. ഈ നേന്ത്രപ്പഴം കറക്റ്റ് ആയിട്ടുള്ള പഴുപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ പഴുത്തുപോയ നേന്ത്രപ്പഴം ആണെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇത് 3 കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പഴം മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. ഇത് മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല നൈസായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടത്തില്ല. ഇനി പൊടിച്ചെടുത്ത കപ്പലണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി മുട്ട അടിച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കരുത്, നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുത്ത പഴം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പഴം ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ കട്ടി. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള 2 മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 150 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മധുരം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ലൊരു മധുരമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കുറവോ വേണമെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നുള്ള് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു കൂട്ടും കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അതിനായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇതുപോലെ നല്ല കട്ടിയായിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് കേക്കിൻ്റെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ മാവ് എങ്ങനെയാണ് കറക്റ്റ് പരുവം എന്നുള്ളത്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഈ മൗൾഡിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് വേവിക്കണം എന്നൊന്നുമില്ല. ചോറ് കഴിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചാലും മതി. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സ്പാച്ച് വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനു മുമ്പായി ഇത് നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരു നേന്ത്രപ്പഴം, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇത്രയും കട്ട് ചെയ്തതിന് ശേഷമാണ് നെയ്യിലിട്ട് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണവും അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഒക്കെ ആണ്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു അലുമിനിയത്തിൻ്റെ പാത്രം 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചിരുന്നു. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുത്ത് അടച്ചു വെച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് നോക്കാം. ഇതിൽ മാവായിട്ടൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടാനായിട്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പോഞ്ച് പോലത്തെ പഞ്ഞി പോലത്തെ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.